20 വയസ്സാവുന്നതിന് മുമ്പേ വാല് മുറിച്ച ആളാണ് ഞാൻ. ആ, ഞാൻ ഉണ്ണിത്താനാണ്. അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താനാണ്. എനിക്ക് അന്ന് ജാതി മതമൊക്കെ അപ്പം ഞാൻ കളഞ്ഞതാണ്. അപ്പോൾ എന്നെ ഇനി ജാതി പഠിപ്പിക്കാൻ ഞാൻ ജാതി വരി പിടിച്ചെന്ന് പറഞ്ഞാൽ അത് നത്തിങ് റോങ് വിത്ത് ദം. ഇത് സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. പല സ്റ്റേറ്റ്മെന്റ്സിന്റെ പേരിൽ പുതിയ ജനറേഷൻ ഭയങ്കരമായിട്ട് എൻറേജ്ഡ് ആകുന്നുണ്ട്. ഭയങ്കരമായിട്ട് അവർക്ക് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനോട് ഇത് ചെയ്യുന്നെങ്കിൽ അത് നോട്ടീസ് ചെയ്യപ്പെടാനുള്ള അത്യാഗ്രഹമാണ്, വേറൊന്നുമല്ല. അതൊരു സവിൽ ദേ ബി നോട്ടീസ്ഡ്. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ നടക്കുന്നത് വെള്ളി ആഷിഖ് അബു എന്നൊക്കെ പറയുന്ന ആളുകളാണ് ഇപ്പോൾ അവിടെ നിന്ന് പഠിപ്പിക്കുമെന്ന് പറയുന്നത്. അതെ അതെ, നമ്മളൊരു വളരെ ഒരു മെഡിറ്റേഷനും കൂടെ ഉണ്ടാകുന്ന ഒരു വർക്ക് ആവണം. അല്ലാതെ 4 പേര് ചേർന്ന് അടിപിടി ഉണ്ടാക്കുന്ന സാധനമല്ല സിനിമ. ഹോട്ടൽ മുറി ബുക്ക് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറഞ്ഞുണ്ടാക്കുക സിനിമ ഉണ്ടാക്കുന്നത്, അതല്ല സിനിമ. അതുകൊണ്ടാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാൻ പോകുന്നവരൊക്കെ നല്ല സിനിമ കാണണം. അവരെന്തോ ആഷിഖ് അബൂബിന്നവരെന്താ പഠിക്കാൻ പോകുന്നത്? ജോലിക്ക് വരുന്ന സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങി വന്ന് WCC മെമ്പേഴ്സിനെ പോലെ സംസാരിക്കുന്നു എന്ന് പറയുന്നു. അതിലെ 2 പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ഈ തൊഴിലാളി, 2 WCCയുടെ ഒരു അതുണ്ടായ ഒരു സാഹചര്യമുണ്ട്. WCC ഉണ്ടായ ആ സാഹചര്യത്തെയും WCCയെയും തന്നെ ഒരു ചോദ്യം മുനയ്ക്ക് മുന്നിൽ നിർത്തുന്നു. ഇങ്ങനെ 2 ആരോപണങ്ങളാണ് ആ സ്റ്റേറ്റ്മെന്റിൽ എല്ലാവരും പറയുന്നത്. അതെങ്ങനെ കാണുന്നത്? അത് ആ സ്റ്റേറ്റ്മെന്റ് വന്നത് ഇത് ഒരു കോണ്ടെക്സ്റ്റ് മാറ്റിയിട്ട് പറയുന്നതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞത് വളരെ പാവപ്പെട്ട പിന്നെ സ്ത്രീകളാണ് ഇവർ. അവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വേഷം കെട്ടിച്ച് ആളുകളുടെ മുമ്പിൽ മീഡിയയുടെ കൂടെ കൊണ്ട് നടക്കുകയാണ് ഇവർ എന്നാണ് പറഞ്ഞത്. അത് നേരെ തിരിച്ചവർ ഉപയോഗിച്ചത്, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഇതാണ്, ഇവരെ സാധാരണ പെണ്ണുങ്ങളാണ്, സാധാരണ സ്ത്രീകളാണ്, അവർ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. അവരെ കൊണ്ടുപോയിട്ട് വേഷമൊക്കെ കെട്ടിച്ച് എവിടെ കൂടെ നിർത്തി പടം എടുക്കുക, എന്നിട്ട് മീഡിയയിലിടുക. എന്തിനാണ്? ദേ ഫീൽ അവരെ കൊണ്ട് എല്ലാം പറയിപ്പിക്കുക, ചേച്ചി എന്ന് വിളിക്കുക. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ കണ്ടിട്ടില്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസ് എല്ലാം കൊണ്ട് നടന്ന് പിന്നെ തൂപ്പുകാരെ കൊണ്ട് നടക്കുന്നത്. ദീസ് പീപ്പിൾ ആർ ഡൂയിങ് ദാറ്റ്. ഇവിടെ പോപ്പുലിസത്തിൻ്റെ ഒരു ഭാഗമായിരിക്കും അതല്ലേ? വാട്ട് ഡു ദേ ഹാവ് ടു ഡു വിത്ത് സ്വീപ്പേഴ്സ്? ഞാൻ സ്വീപ്പേഴ്സ് മോശമായിട്ട് പറയാമല്ല, സ്റ്റുഡൻസിന് എന്താ, വാട്ട് ഡു ദേ ഹാവ് ടു ഡു വിത്ത് ദം? ആ ചോദ്യം നമ്മൾ ചോദിക്കുന്നില്ലേ? ഇല്ല. WCC ഒക്കെ പൊക്കോട്ടെ, WCC വേറെ, അതിനെപ്പറ്റിയൊന്നും ഞാൻ കമൻറ്റ് ചെയ്തൊന്നുമില്ല. WCC എന്ന് പറയുന്നത് പെണ്ണുങ്ങളുമായിട്ട് കൂടെ നിന്ന് പടം എടുക്കുന്നു. എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്? നേരത്തെ പറഞ്ഞ ഞാൻ അതിൻ്റെ ആക്ച്വലായിട്ടുള്ള സംഭവത്തെ പറ്റി പറഞ്ഞില്ലേ? അതിൽ നിന്ന് ഇവരെ കംപ്ലീറ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ഇവർ. ഈ പെണ്ണുങ്ങളത് അറിയാതെ നിന്ന് കൊടുക്കുക അതിന് വേണ്ടിയിട്ട്. അവരും കാര്യമായിട്ട് വേഷമൊക്കെ കിട്ടിയപ്പോൾ ഇടയ്ക്ക് ആരോ പറഞ്ഞു ഞാൻ അവിടുത്തെ അവരുടെ ബോഡി ലാംഗ്വേജാണ് മാറിപ്പോയത്. പുതിയ ജനറേഷൻ ഫിലിം മേക്കേഴ്സുമായിട്ടൊരു അനിൽ ചോദിച്ച പോലെ ഒരു വലിയ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടോ? ആരായി പുതിയ ജനറേഷൻ? പ്രായം കൊണ്ടാണോ അതോ എടുക്കുന്ന പടം കൊണ്ടാണോ? എങ്ങനെ പുതിയ ജനറേഷൻ? പ്രായം കൊണ്ടാണോ പറയുന്നത്? എന്താണ് സിനിമ? പുതിയ കാലത്തെ സിനിമ എന്താണ്? ഈ സിനിമയോടുള്ളവരുടെ ഒരു സമീപനം അതാണ് പലപ്പോഴും അവര് സാറിന്റെ ഒരു തലമുറയിൽ നിന്ന് വ്യത്യസ്തം എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ഒരു സമൂഹത്തെ ഒരു സിനിമയിലുണ്ടാകുന്ന എന്നെ ഞാൻ സ്വയം ആരുമായിട്ടും കമ്പയർ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്നു, എനിക്ക് എൻ്റെ ബോധ്യം അനുസരിച്ച് പടം എടുക്കുന്നു. പഴയവർ വന്നോ പുതിയത് വന്നോ, ഐ ഡോണ്ട് കമ്പയർ മൈ സെൽഫ് വിത്ത് എനിബഡി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ട് ലോകത്ത്. അവരോടുമായിട്ട് പോലും ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. എനിക്കിഷ്ടമില്ലാത്തൊരു ഒത്തിരി ഉണ്ട്, അവരോട്ടും കമ്പയർ ചെയ്യുന്നില്ല. ഐ ഡു മൈ വർക്ക്. ആളുകൾ വിചാരിക്കുന്നത് ഞാൻ ആർട്ട് ഫിലിം ചെയ്യുന്നു. ഞാൻ ആർട്ട് ഫിലിം ഉണ്ടാക്കുന്നില്ല. ഐ മേക്ക് ഫിലിംസ്. ദേ ഷുഡ് നോട്ട് കമ്പയർ ദംസെൽസ് വിത്ത് മീ. ഫോർ ഇൻസ്റ്റൻസ് പിന്നെ എന്താണ് ജിയോ ബേബി എന്ന് പറയുന്ന ആൾ, നിങ്ങൾ പുതിയ ജനറേഷനായിട്ട് ബന്ധപ്പെടുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അതെടുത്തിട്ട് എനിക്ക് പടം അയച്ചു പറഞ്ഞു സാർ ഞാൻ ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ എലിപ്പത്തായമാണ്.
സാറ് നോക്കിയിട്ട് പറയാൻ വേണം എന്ന് പറഞ്ഞു. ഞാൻ വളരെ നല്ല സർട്ടിഫിക്കറ്റ് എഴുതി. എന്നെ ഇതുപോലെ ക്യാമറ കൊണ്ട് ഒരാൾ വന്ന് എടുത്തോണ്ട് പോയി. അത് യൂസ്ഡ് ഇറ്റ് ടു ദി ഹിൽറ്റ്. അയാൾ തന്നെ ഞാൻ ഇനോഗ്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ മലബാറിൽ പിന്നെ എന്താ പറയുക, ഞാൻ ഇനോഗ്രേറ്റ് ചെയ്യുന്നതായിട്ട് പടം അയാൾ പിൻവലിച്ചു. ഹൗ വിൽ യു എക്സ്പ്ലെയിൻ ഇറ്റ്? യു സേ ദർ ഇസ് എ ഗ്യാപ്പ്, വെർ ഇസ് ദി ഗ്യാപ്പ്? എൻ്റെ അടുക്കൽ ഈ മലയാളത്തിൽ മാത്രമല്ല, തമിഴിൽ, ബംഗാളിയിൽ ഒരുപാട് പറഞ്ഞ ഭാഷകളിൽ ആദ്യവും രണ്ടാമത്തെ പടം എടുക്കുന്നവർ പ്രത്യേകിച്ച് എനിക്ക് സ്ഥിരമായിട്ട് പടം അയച്ചു തരും. അയച്ചു തന്നിട്ട് സാറിൻ്റെ അഡ്വൈസ് വേണം, സാറിൻ്റെ കമൻറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൃത്യമായിട്ട് ഇരുന്ന് വായിച്ച് കണ്ടിട്ട് അവർക്ക് അയക്കും. ഹൗ വിൽ യു ഡീൽ വിത്ത് ദം? സം ഓഫ് ദം ഈ പടത്തിന് ഇയാൾ മാത്രമല്ല, വേറെ പടം ഉണ്ടായിരുന്നു, പക എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പ്രൊമോട്ട് ചെയ്തതാണ് ഈ പടങ്ങളൊക്കെ. ഞാൻ അവരോട് ഗ്യാപ്പ് എന്താ? Nobody else will do what I did. Nobody else will do it. Because they will otherwise see them as competitors. I never see like that. I have wished that they made different films. This is my great wish. And I am very happy. Sanal ഒക്കെ വ്യത്യസ്തമായ പടങ്ങളൊക്കെ ഞാനത് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. എവിടെയും ഞാൻ ഇവരുടെയൊക്കെ പേര് പറയാറുണ്ട്. ഇനി പുതിയ തലമുറ എനിക്ക് എതിരാണെന്ന് പറയുന്നത് അങ്ങനെയൊന്നും അല്ല. ഒരുപാട് പേരുണ്ട്. ഞാൻ 4-5 പേരുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അവരെല്ലാം ഐ ഡോണ്ട് തിങ്ക് ദേ ഹാവ് മേഡ് മാസ്റ്റർ പീസസ്. ദേ ഹാവ് സ്റ്റാർട്ടഡ് മേക്കിംഗ് ബെറ്റർ ഫിലിംസ്, ബെറ്റർ ദാൻ ദി റൊട്ടീൻ. ദാറ്റ്സ് വാട്ട് ഐ എം സേയിങ്. എനിത്തിങ് മാറിയിട്ടുള്ള റൊട്ടീനിൽ നിന്ന് മാറിയിട്ടുള്ള പടത്തിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. ബട്ട് ദേ ഷുഡ് നോട്ട് തിങ്ക് ദേ ജസ്റ്റ് ബിക്കോസ് ഐ ഗേവ് ദം സർട്ടിഫിക്കറ്റ് ദേ ഹാവ് മേഡ് എ മാസ്റ്റർ പീസ്. ദേ ഷുഡ് നോട്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. ഞാൻ ഒരുപാട് പേരുണ്ട് അറ്റ്ലീസ്റ്റ് ഹാഫ് എ ഡസൻ പീപ്പിൾ ആർ ദർ. ഞാൻ 1-2 പേര് പറഞ്ഞാൽ ബാക്കി മറന്നുപോയാലോ, വിട്ടുകളഞ്ഞാലോ. എനിക്ക് ഏറ്റവും അവസാനം ഞാൻ കണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പടം എടുത്ത ആളാണ് പിന്നെ അവിടെ പേര് ഒരു കാറിൽ ഒരു പിന്നെ ലിവ് ഇൻ റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്ന പടം. അതല്ല ആണോ? ഡോൺ പാലത്തറ. ഹി ഹാസ് മെയ്ഡ് സെൻഡ് മീ ദി ഏർലിയർ ഫിലിംസ്. എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാനവിടെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അയാളെ എൻകറേജ്, ഞാൻ ഒരൊറ്റൊരാളിനെ പോലും ഡിസ്കറേജ് ചെയ്ത് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഒരാരും തന്നെ ശരിയായില്ലെന്നോ കൊള്ളില്ലെന്നോ ഒരിക്കലും ഒരാളോടെ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ പോലും ഞാൻ വേറെ രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നത്. അത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം അതൊക്കെ പറഞ്ഞിട്ട് പലരും ഇമ്പ്രൂവ് ചെയ്തിട്ടുമുണ്ട്.